ഇരിക്കുന്നത് 9 വോൾട്ടിൻ്റെ പാനലാണ്. അതിനകത്ത് പരമാവധി ഏറ്റവും കൂടിയ വെയിൽ വരുമ്പോൾ എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്നും ഏറ്റവും കുറഞ്ഞ വെയിലില്ലാത്ത അവസ്ഥയിൽ പാനൽ തിരിച്ചു വെച്ചുകൊണ്ട് എത്ര വരുന്നുണ്ട് എന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. 8 വോൾട്ട് 8 സംതിങ് നോക്കാം. ഇനി ഇത് മാക്സിമം വെയിലാണ് ഇപ്പോൾ കിട്ടുന്നത്. നമുക്കൊന്ന് തിരിച്ചു വെച്ച് നോക്കാം. പാനൽ തിരിച്ചിട്ട് എത്ര വരുന്നുണ്ട്. നേരെ ഓപ്പോസിറ്റ് തിരിച്ച് പിടിച്ചു, 4 വോൾട്ടിലേക്ക് ചുരുങ്ങി, 4.3. ഇത് വെയിലുള്ളതുകൊണ്ടാണ്. ഇനി രാത്രി ആയിക്കഴിഞ്ഞാൽ അത് 0 വോൾട്ടിലേക്ക് പോകും, കംപ്ലീറ്റ് 0 ആവും. അതൊന്ന് നമ്മൾ വീണ്ടും ഒന്ന് വെയിലത്തേക്ക് തന്നെ വെച്ച് നോക്കാം. 9.77, 10 വോൾട്ട് തികയുന്നില്ല, പരമാവധി 10 വോൾട്ടിൻ്റെ അത്ര വരെ വരും. ഇതാണ് പാനലിൻ്റെ ടെസ്റ്റിംഗ് കഴിഞ്ഞ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരിട്ട് ഇതിനെ ബക്ക് കൺവെർട്ടറിലേക്ക് കൊടുക്കാം. ഒരു ബൾബിലോട്ട് നമ്മൾ കൊടുത്തു നോക്കാം. 12 വോൾട്ടിൻ്റെ ബൾബാണ്, എന്നാലും ഇത് കൊടുക്കുമ്പോഴേ ഒരു ഡിമ്മായെങ്കിലും ഓണായിരിക്കും. സോളാർ പാനലിൻ്റെ ഔട്ട്പുട്ടാണിത്. നോക്കൂ, ഞാനിപ്പം സോളാർ പാനലിൽ നിന്നുള്ള കണക്ഷൻ ഇൻപുട്ട് കൊടുത്തു. ഈ ചെറിയ ബോർഡിന് പകരം ഞാൻ കുറച്ചുകൂടി വലിയ ബോർഡാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് കുറച്ച് സൗകര്യം, നീറ്റും. വാങ്ങുമ്പോൾ കഴിയുന്നത് ഇങ്ങനത്തെ ബോർഡ് വാങ്ങാൻ ശ്രമിക്കുക. ഇതിനകത്താണ് നമുക്ക് വോൾട്ടേജും ആംബിയറും വളരെ കൃത്യമായിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഒന്ന് ക്ലോസപ്പിൽ കാണിച്ചു തരാം. പണ്ട് കൃത്യമായിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഞാൻ പറഞ്ഞ പോലെ ഈ ഡിസ്പ്ലേയിൽ ശ്രദ്ധിച്ചാൽ മതി. ഇത് 7 വോൾട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ ആംബിയർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് 440 മില്ലി ആംബിയറിലാണ്. ഈ സർക്യൂട്ടും ഈ ബോർഡും സെറ്റ് ചെയ്യുന്നതിൻ്റെ വളരെ കൃത്യമായൊരു പൂർണ്ണമായ വീഡിയോ ഞാൻ അതിന് മുമ്പ് പബ്ലിഷ് ചെയ്തിരുന്നു. അത് കാണാത്തവർ, ഇത് പരിചയമില്ലെങ്കിൽ അതൊന്ന് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോകാം. അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാം. അതിന് അത്രയും സെറ്റിംഗ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ടൈം വേസ്റ്റ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം ഇനി ബാറ്ററി 6 വോൾട്ട് ബാറ്ററി നമ്മൾ ചാർജ് ചെയ്യാൻ ടെർമിനലിലേക്ക് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നതാണ് അറിയേണ്ടത്. ഡിസ്പ്ലേയിലോട്ട് നോക്കിയാൽ മതി. കൊടുക്കാൻ വേണ്ടി ഞാനിവിടെ നെഗറ്റീവ് ടെർമിനൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നെഗറ്റീവിൽ കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞു. ഇനി വേണ്ടത് പോസിറ്റീവാണ്. പോസിറ്റീവ് കൊടുക്കുന്ന സമയത്ത് ഡിസ്പ്ലേയിൽ എന്താണ് വ്യത്യാസം നോക്കിക്കോളും. ഡിസ്പ്ലേ മാത്രം ഞാൻ കുറച്ചുകൂടെ ക്ലോസപ്പിൽ കാണിക്കാം, നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയാണ്. കൊടുക്കുന്നു. ബാറ്ററി കൊടുത്താൽ 6 വോൾട്ടിലേക്ക് ചുരുങ്ങി. 440 മില്ലി ആംസാണ്. 440 ഞാൻ സെറ്റ് ആംബിയർ കറക്റ്റാണ്. ഒരിക്കലും ഇതിന് കൂടുതൽ ആംബിയർ ഇങ്ങോട്ട് ഒഴുകില്ല. ക്രമേണ ഇത് ചാർജ് വർദ്ധിക്കുന്നതിനനുസരിച്ച് 6.1, 6.2 അങ്ങനെ എത്രയാണോ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ 7 വോൾട്ടിൽ എത്തുന്ന സമയത്ത് അതുവരെ ഇത്രയും മില്ലി ആംബിയർ കറണ്ട് ഇതിലൂടാവും. ഇത് പൂർണ്ണമായിട്ട് ചാർജ് ആവും. അങ്ങനെയാണ് ചാർജിങ് സംഭവിക്കുന്നത്. വോൾട്ടേജ് ലോ ആവുന്ന സമയത്ത് ഇവിടുത്തെ വോൾട്ടേജ് നമ്മൾ സെറ്റ് ചെയ്തതിനേക്കാൾ കുറയും. പിന്നീട് ഇതിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്നും ചെയ്യേണ്ട, ആദ്യം സെറ്റ് ചെയ്ത് വെച്ച് അത് തന്നെ മതി. ഫുൾ ചാർജ് ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക് 7 ആവും, ബാറ്ററി ഫുള്ളായി മാറും. ഇനി ഇതുപയോഗിച്ചുള്ള കട്ട് ഓഫ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, നിങ്ങൾക്ക് നൈറ്റ് ലാമ്പ്, രാത്രി മാത്രം തെളിയുന്ന ലാമ്പ്, അങ്ങനെയുള്ള അനുബന്ധ സർക്യൂട്ടുകളും കൂടി നമുക്ക് അടുത്തായിട്ട് പബ്ലിഷ് ചെയ്യാം. ഇതുപോലെ ചാർജർ പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് പ്രയോജനപ്രദങ്ങളായ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഒരു ഗാർഡൻ ലാമ്പാണ്. രാത്രി ഓൺ ആവുന്നു, പകൽ ഓഫ് ആവുന്നു. ഒരു സ്വിച്ചിങ് സർക്യൂട്ട് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ശേഷം മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.